KPCCയുടെ പുതിയ അധ്യക്ഷനെ സംസ്ഥാനത്ത് നിയമിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള പേരാവൂർ MLA ആയിട്ടുള്ള സണ്ണി ജോസഫ് ആയിരിക്കും ഇനി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുക. കെ സുധാകരൻ 3.5 കൊല്ലത്തെ പ്രവർത്തനത്തിന് ശേഷം പടിയിറങ്ങുമ്പോൾ അദ്ദേഹം കൃത്യമായി നിർദ്ദേശിച്ച പേരിൽ ഏറ്റവും പ്രധാനം സണ്ണി ജോസഫിൻ്റെ പേര് തന്നെയായിരുന്നു. അത് പറയാൻ കൃത്യമായ കാരണവുമുണ്ട്. വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ സണ്ണി ജോസഫിൻ്റെ സംഘടനാ പാടവം കൃത്യമായി മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ. ഒരുപക്ഷെ പേരാവൂർ അടങ്ങുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള കെ സുധാകരന് സണ്ണി ജോസഫിനെ കുറച്ചുകൂടി വ്യക്തമായി അറിയാം. CPIMൻ്റെ മടയിൽ ചെന്ന് അവരെ കനത്ത പ്രഹരം നൽകാൻ ശേഷിയുള്ള കോൺഗ്രസിലെ നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ. ഒരുപക്ഷെ ഇത്രയും CPIM ഭയന്നിട്ടുള്ള കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ആരെങ്കിലും ഉണ്ടോ കെ സുധാകരൻ അല്ലാതെ എന്ന ചോദ്യം അപ്രസക്തമാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ്റെ അനുഗ്രഹം തനിക്ക് എപ്പോഴും ഉണ്ടാകണം എന്ന ആഗ്രഹം കൂടിയാണ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കൃത്യമായി കെ സുധാകരനെ അടുത്തിരുത്തിയാണ് സണ്ണി ജോസഫ് കൃത്യമായും തൻ്റെ വിശദീകരണം നടത്തിയത്. തന്നെ പ്രസിഡന്റായി നിയമിച്ച സമയത്ത് ഇരിട്ടിയിലെ വീട്ടിലായിരുന്നുവെന്നും വളരെ വൈകാതെ തന്നെ കെ സുധാകരൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി. അടൂർ പ്രകാശാണ് നിലവിൽ UDFൻ്റെ കൺവീനർ. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലിനെയും AP അനിൽകുമാറിനെയും നിയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് മികവാർന്ന രീതിയിലുള്ള പ്രഖ്യാപനം എന്ന് തന്നെയാണ്. കാരണം ഇതിൽ ഓരോ നേതാക്കളുടെയും ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ചാൽ മതി. സണ്ണി ജോസഫ് KK ശൈലജയെ പേരാവൂരിൽ 2011 മുട്ടുകുത്തിച്ച് ആ മണ്ഡലം ഹാട്രിക് വിജയം നേടിയെടുത്ത വ്യക്തിയാണ്. കർഷക കുടിയേറ്റ മണ്ഡലമാണ് പേരാവൂർ എന്ന് പറയുമെങ്കിലും ഇടത് സ്വാധീനം ശക്തമായി ആധിപത്യം നേടിയെടുക്കാൻ കഴിവുള്ള പേരാവൂരിൽ പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആധിപത്യമാണ്. കെ സുധാകരന് 30,000-ലധികം വോട്ടിൻ്റെ ലീഡാണ് പേരാവൂർ ശരാശരി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നൽകിയിട്ടുമുള്ളത്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ച് മേഴ്സിക്കുട്ടിയമ്മയെ വലിയ രീതിയിൽ നാണം കെടുത്തിയ വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റായ PC വിഷ്ണുനാഥ്. ഷാഫി പറമ്പിലിൻ്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. AP അനിൽകുമാർ മലപ്പുറത്തെ കോൺഗ്രസിൻ്റെ വലിയ ഒരു കരുത്ത് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു എക്സ്പേർട്ട് ടീമിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 23 കൊല്ലം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ അടൂർ പ്രകാശ് MLA ആയിരുന്ന വ്യക്തിയാണ്. തുടർന്ന് ആറ്റിങ്ങൽ എന്ന ഇടത് സ്വഭാവമുള്ള മണ്ഡലത്തിൽ ഒരിക്കലും ജയിക്കില്ല എന്ന് വിധി എഴുതിയ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തലേക്കുന്നിൽ ബഷീറിന് ശേഷം ഇനി ജയിക്കാനേ പോകുന്നില്ല എന്ന് വിധി എഴുതിയ മണ്ഡലത്തിലാണ് 2019 തെരഞ്ഞെടുപ്പിൽ 38,500-ലധികം വോട്ടിന് അടൂർ പ്രകാശ് സമ്പത്തിനെ വീഴ്ത്തിയത്. തുടർന്നുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വലിയ രീതി പോരാട്ടം നടത്തിയ സീറ്റ് നിലനിർത്തി. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. CPIMന് വലിയ രീതിയിലുള്ള ഒരു ആദി തന്നെയാണ്. കാരണം അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, കോൺഗ്രസിലെ ഈ ഒരു സാഹചര്യത്തെ അവർ ആശങ്കയോടെയാണ് കാണുന്നത്.